ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2025 ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് PYQ ആണ് നോക്കുന്നത്. ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ച യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഡച്ചുകാരുമായിട്ട്. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടിരുന്നു? മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ലോങ് മാർച്ച്. വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ബ്രിട്ടനാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് വെച്ചാൽ ബ്രസീലിൽ. അപ്പം വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടന്. ചൈനയിലെ ലോങ് മാർച്ച് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാവോ സേതുങ് ആണ്. മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ബ്രസീൽ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന 2, 3, 4 ശരിയായ പ്രസ്താവന. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. എന്താണ്? സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ഊഷ്മാവ് കുറയുന്നതാണ് ട്രോപ്പോസ്ഫിയറിൽ. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന 1, 2, 3 തെറ്റായ പ്രസ്താവന. 4 ശരിയാണ്. കൊൽക്കത്ത നഗരം ഹൂഗ്ലി നദിക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകമാണ് ഏതെന്ന് പറയുന്നത്? വേലി ബലം. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന 1, 4 2, 3 ശരിയാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചന്ദ്രദൗത്യം? സ്ലിം മിഷൻ ജപ്പാനാണ്. സ്ലിം മിഷൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം എന്നിവ തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി 5. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ ഇതെല്ലാം: ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു, ധാന്യശേഖരം വർദ്ധിപ്പിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഭരണഘടനാ പുനരവലോകനവും സ്വാതന്ത്ര്യ നീതിന്യായ സംവിധാനം. എന്തൊക്കെയാണ്? ഭരണഘടനാ പുനരവലോകനം, സ്വാതന്ത്ര്യ നീതിന്യായ സംവിധാനം. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അനുച്ഛേദം 226. ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ് അനുച്ഛേദം 226. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി 42ാം ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷ വോട്ട് വേണം. വോട്ട് പാർട്ടിക്ക് ജയിക്കാൻ ഭൂരിപക്ഷ വോട്ട് വേണം. വോട്ട് ആർക്കാണ്? പാർട്ടിക്കാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്ന ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവുമാണ്. അപ്പം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് തൊഴിൽ സംഘടനകളും മായം ചേർക്കലും എന്ത് വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് തൊഴിൽ സംഘടനകളും മായം ചേർക്കലും. നിയമനിർമ്മാണ നടപടികളിൽ കമ്മിറ്റി ഘട്ടത്തിൽപ്പെട്ടത് ഏതാണ്? വിശദമായി പരിശോധിക്കുന്നു. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ എന്താണ്? വിശദമായി പരിശോധിക്കുന്നു. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്ന് വെച്ചാൽ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. എന്ന് 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ സി അച്യുതമേനോനാണ് മുഖ്യമന്ത്രി. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജകമണ്ഡലമായി പ്രഖ്യാപിച്ച
തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്ന ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗമാണ് വട്ടച്ചൊറി. പേശി പ്രവർത്തനം ഏകോപിപ്പിച്ച് ശരീരത്തുലന നില പാലിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. റെറ്റിനോൾ വിറ്റാമിൻ എ ആണ്. എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൻ്റെ ബലത്തിനോട് തുല്യമായത് ടോർക്കാണ്. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്കാണ്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിൻ്റെ പേര് ആണ് ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല അൾട്രാവയലറ്റ് മേഖലയിലാണ്. ലൈമൺ ശ്രേണി കാണപ്പെടുന്നത്. അമ്ലം എന്ന ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അരിനിയസ് ആണ്. അമ്ലം എന്ന ഹൈഡ്രജൻ അയോൺ ദാതാവാണെന്ന് പറഞ്ഞത് അരിനിയസ് ആണ്. കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരമായുള്ള രൂപമാണ് ഗ്രാഫൈറ്റ്. കേരളത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ: SL സദാനന്ദം പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കും. ശരിയായ ജോഡി സുനിൽ ഗവാസ്കർ എന്ന് പറയുന്നത് സണ്ണി ഡേയ്സ് ആണ്. സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ ആണ് സൈന നെഹ്വാൾ. നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് ശരിയായ ജോഡി ബുദ്ധിനി എന്ന് പറയുന്നത് സാറാ ജോസഫും, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് അഖിൽ പി ധർമ്മജൻ. ബുദ്ധിനി സാറാ ജോസഫ് ആണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്നു ഡോക്ടർ എ കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ന് വെച്ച് എതിര് എന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ഡോക്ടർ എം കുഞ്ഞാമന. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യണം. 24 മണിക്കൂർ. നെൽസൺ മണ്ടേല റൂൾ എന്ന ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് ആണ്. കേരള സംസ്ഥാന രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിലാണ് തവനൂർ.